അപ്പൊ നമ്മളങ്ങനെ കാത്തു വെച്ച ദിവസം എത്തി. ഇന്ന് 17-ാം തീയതി നമ്മുടെ തൃശ്ശൂര് വടക്കുന്നാഥിൽ ആനയൂട്ടാണ്. മഴ ഉണ്ടെങ്കിലും എല്ലാരും ഇട്ടുണ്ട്. ചെറിയ മഴയൊക്കെ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലാണ് ആനയുള്ളത്. ആനകൾ വന്നിട്ട് എല്ലാം സെറ്റാൻ നിർത്തിയിട്ടുണ്ട്. ഒരു 9:30 ആവുമ്പോഴേക്കും സ്റ്റാർട്ട് ആവും. കർക്കിടക മാസം 1-ാം തീയതിയാണ്. 1-ാം തീയതി കൂടിയാണ്. മഴ വിട്ടു നിൽക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ് അത്, അല്ലെ? അപ്പൊ നമുക്ക് ഉള്ളിൽ പോകാം. ഡിയർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് അവിടേക്ക് എത്തിയിട്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അത് മാത്രല്ല ഭയങ്കര മഴ. എന്താ അവിടേക്ക് ഇഷ്ടം തൊട്ട് പറയി തന്നെ നോക്കിയാ കണ്ടാ ആനകളൊക്കെ പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ഇപ്രാവശ്യത്തെ ആനൂട്ട് അതിഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടാണ്. ഗംഭീര മഴ, ഇഷ്ടം പോലെ ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നു. മഴ കൊണ്ടിട്ട് എല്ലാവരും കൊട ചൂടിയിട്ട് കാര്യമില്ല. അതുപോലത്തെ മഴയാണ്. അതുപോലെ വീണ്ടും പെയ്തോണ്ടിരിക്കുകയാണ്. അതെ, കണ്ടില്ല പുറകിലാണ്. ഇപ്പൊ ആനയൊക്കെ നോക്കി അത് കുളിച്ച് കണ്ടില്ലേ? മഴ കാരണല്ലേ വെച്ചാ മഴ കാരണം വടക്കാണ് ഫ്രണ്ട് ആണൊക്കെ എന്ത് രസം കാണാൻ. അതെ അതെ അതെ, വടക്കാണ് ആനയൊക്കെ ആകെ കുളിച്ച് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂട് കാരണം ആനയ്ക്ക് നിൽക്കാൻ വയ്യ. ആയുള്ള പ്രശ്നമില്ല. മഴ കുളിർമഴ കൊണ്ടിട്ട് ആന നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതെ, സുഖമായിട്ട് ആനയ്ക്ക് നിൽക്കാം. അങ്ങോട്ടും നല്ല കുറച്ച്. അതെ, ഇത് കണ്ടല്ലോ ഫുള്ള് ചളിയാ. അല്ലേ, ഫുള്ള് ചളി നോക്കി എന്താ നോക്കി പറയും. അതല്ല അപ്പുറത്തെ ആളുകളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കല്ലേ. അങ്ങോട്ട് മാറ്റി നിർത്തിക്കുക. പോയി തുടങ്ങിയാൽ അവിടെ കുറച്ച് ആനയുണ്ട്. ഈ ആനൊക്കെ ഉണ്ടല്ലോ. ആനയോടുള്ള ചോറൊക്കെ കഴിഞ്ഞ ഞങ്ങൾ വന്നപ്പോ ചോറൊക്കെ കഴിഞ്ഞല്ലേ. അങ്ങനെ അപ്പൊ നമുക്കിനി ആ ഭാഗത്തേക്ക് പോലെ ആ ഭാഗത്ത്. അതെ, അങ്ങനെ ഇറക്കും. അയ്യോ ഇവിടെയൊക്കെ നോക്കി എത്രല്ലേ ആനപ്പെണ്ട്. ആനയുടെ പനമ്പട്ട് പ്രത്യേക രസം. പ്രത്യേകിച്ച് വടക്കുന്ന തൃശ്ശൂരും കൂട്ടി ആനയൊക്കെ നോക്കിയാ. അതെ അതെ, ഇത് രസല്ലേ, അടിപൊളി. അത് മാത്രല്ല ഈ ഞങ്ങള് നിക്കുന്ന സ്ഥലത്ത് ചളി നോക്കിയാ അത് വേറെ. അയ്യോ ഭയങ്കര ചളി. മുണ്ടിലേക്കായി തീർന്നു. പുതിയ ജില്ലയും കൂടിയാ. എന്താണ് ഫുള്ള് ആന. ഇവിടെ ഫുള്ള് ആന വെത്തും മഴ. അത്ര അറ്റ്മോസ്ഫിയർ ഗംഭീരായ മഴ അതെ, മുടിയൊക്കെ ആകും. അയ്യോ മുണ്ട് അതിട്ട് അതിന് ഫുള്ള് കാല് വേണം, കൈ വേണം. എത്ര ആനകളല്ലേ, എന്ത് രസം കാണാനായിട്ട്. അടിപൊളി. അപ്പൊ ആനകളൊക്കെ പോയി തുടങ്ങി, അങ്ങോട്ടൊക്കെ പോയി തുടങ്ങിയതല്ല. ആ ഭാഗത്തോട്ടും ഇഷ്ടം പോലെ ആനകളിന് പോകണ്ട. ആ ഭാഗത്തൊക്കെ നിലവിലായിട്ടുണ്ടായിരുന്ന ആ ഭാഗത്തും ആനകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ പോയി ആനകളെല്ലാം അവിടെ നിന്ന് ട്രാഫിക് പോലെ തിരക്ക് പിടിച്ചാൽ പ്രശ്നമാണ്ടിരുന്നത് മതി അല്ലേ. ബാക്കിയെല്ലാം ഒക്കെയാണ് നമുക്ക്. കോരിച്ചൊരിയുന്ന മഴയിലും എല്ലാവരും നല്ല കുളിർത്ത് നിൽക്കുന്ന സമയത്താണ്. പ്രത്യേകിച്ച് ആനകൾക്ക് നല്ല സുഖമാണ് മഴയത്തിൽ നിൽക്കാൻ. നല്ല സുഖമാണ്, ഭയങ്കര സുഖമാണ്. അതെ, ഓരോ ആനകളെ ഇറങ്ങി തുടങ്ങി. ആനോട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയല്ലോ അപ്പുറത്തേക്ക് ആ ഭാഗത്തോട്ട്. ഇതൊക്കെ ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ ആനയുടെ ആനോട്ട് കഴിഞ്ഞ് പോവാൻ വേണ്ടി നിൽക്കണുണ്ടല്ലോ. നമ്മൾ ഈ ബ്ലോക്ക് മാറി വണ്ടി പോവാൻ നിൽക്കണ പോലെ ആനകളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുക. വിത്ത് കൊടുത്തിട്ട് ചളി. അപ്പൊ ഏതായാലും 45 ആനകളിൽ കൂടുതൽ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ആനയൂട്ടിന്. അതെ, ഇപ്രാവശ്യം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മഴ ഉണ്ടെന്ന് പറഞ്ഞ മഴ ഉണ്ട്, എന്നാ അങ്ങനെ പെയ്തില്ലല്ലേ. പെയ്തില്ല. ഇപ്രാവശ്യം ആകെ മഴ. ഇപ്പൊ ആകെ മഴ നാശമാക്കി മഴ. ഇവിടെ കണ്ടല്ലോ ചക്ക അതുപോലൊക്കെ പിടിച്ചിട്ടുണ്ട്. ആനപ്പട്ടയെ കൊണ്ടുപോകും പതുക്കെ കൊണ്ടുപോകും. അങ്ങനെ പോകില്ല ഞാൻ അവിടെ നിന്ന് ഇനി കുറെ മിനിറ്റ് വരാണ്ട്. വിനു തന്നെ ചേട്ടനെ കണ്ടില്ലല്ലോ. അവിടുത്തെ പക്ഷെ നമ്മുടെ മറ്റാളെ കണ്ടത് നമ്മൾ മറ്റേ എന്താ പറയാ തൃശ്ശൂരുള്ള ശരി കണ്ടു.
അടിപൊളിയല്ലേ? ഇനി അങ്ങോട്ട് പുറത്തോട്ട് പോവാം. മഴ കൂടിക്കൂടി വരും. നമുക്ക് ഇറങ്ങാൻ പറ്റും, ഇതിൽ ഇറങ്ങാൻ അല്ലെങ്കിൽ റിട്ടേൺ പോകണം. ഇവിടെ ആന ബ്ലോക്കാണ്. അവിടെ ആന ഇറങ്ങാനുള്ള ബ്ലോക്കാണ്. നമുക്ക് അങ്ങോട്ട് പോവാം, റിട്ടേൺ പോവാം. എന്തല്ലേ ഇപ്പൊ മഴ കാരണം വല്ലാത്തല്ല ഭയങ്കര മഴ, ഓവർ മഴ. മഴ എന്തായാലും ഗംഭീര മഴയാണ്. ഗംഭീര മഴ. മഴയൊന്നും നമ്മൾ വകവയ്ക്കുന്നില്ല. നമ്മുടെ മഴയത്ത് നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ തകർത്ത് തരിപ്പണാക്കുന്നത്. എന്തായാലും അടിപൊളി മഴയാണ്. മഴയത്ത് നമ്മുടെ VR ഗുരുവായൂര് നമ്മളെന്തായാലും നനഞ്ഞോണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് വന്നിട്ട് അതിഗംഭീരമായിട്ട് നമ്മൾ പിടിച്ചിട്ട് എല്ലാ വിഷയങ്ങളും കാണാൻ പറ്റുന്നതായിരിക്കും. അതെ അതെ, എല്ലാം പഠിച്ചിട്ടുണ്ട്. അത് മാത്രല്ല ഇന്ന് കർക്കിടകം വന്നാണ്. പിന്നെ ആ ഭാഗത്തില് ഊട്ടിയിൽ കൊടൈക്കനാലൊക്കെ ഫുള്ളും മഞ്ഞ പൊട്ടിക്കാൻ എന്താല്ലേ, ഫുള്ള് മഞ്ഞ ഫുള്ള് അവിടെ. അയ്യോ, മഴയിൽ നിൽക്കുമെന്ന് അറിയില്ല. അങ്ങനെ എപ്പോഴാ പോവാ നാളെ? ഒന്ന് നനഞ്ഞു ഓണങ്ങൾ അപ്പൊ ഒരുവിധം എല്ലാ ആനകളും എത്തിയിട്ടുണ്ട്. ആനകൾക്ക് എല്ലാവർക്കും തന്നെ അതുപോലെ തന്നെ വെള്ളരിക്ക, കരിപ്പ് എന്നുള്ള കുറേ സാധനങ്ങൾ, ചക്ക അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആദ്യം നല്ല രീതിയിൽ തന്നെ നല്ല അതിഗംഭീരമായിട്ട് തന്നെ ഇപ്രാവശ്യത്തെ ആനയൂട്ട് വടക്കനാഥിലെ അടിപൊളിയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. കാണാൻ വേണ്ടി എന്തും മഴയാണെങ്കിലും ശരി അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണാൻ വന്നിരിക്കുന്നത്. അതെ, അതൊക്കെ അത് വടക്കനാഥിലെ തൃശ്ശൂർക്കാരുടെ ദേശീയ ഉത്സവമാണിത്. അത് മാത്രല്ല, നമ്മുടെ ഈ അമ്പലത്തിന്റെ സൈഡിലൊക്കെ നിൽക്കാൻ പറ്റില്ല. ചുറ്റുടക്കിന്റെ അവിടെയൊക്കെ അപ്പൊ അവിടെ നിൽക്കാൻ ചോദിച്ചാൽ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴല്ലോ ഫുള്ള് കുട മാത്രം കാണുള്ളൂ. നമുക്കാണൊന്നും കാണാൻ പറ്റില്ല. വീഡിയോക്കെ ഭയങ്കര പീക്ക് ലെവലിൽ നോക്കിയതാ, ഒന്നും കാണാൻ. എന്നിട്ട് അവിടെ നിന്ന് മഴ കഴിഞ്ഞ് ഞാൻ ആളുടെ മുന്നിൽ പോലെയാണ് ആ വീഡിയോ ഒക്കെ എടുത്താൽ എന്താണെന്നറിയോ, പത്രത്തിൽ കണ്ടോ ലക്ഷക്കണക്കിന് ആൾക്കാർ, സെലിബ്രിറ്റീസൊക്കെ എല്ലാരും വന്നിട്ടുണ്ട്. എല്ലാരും മഴ കൊണ്ടോണ്ടിരിക്കും. ആർക്കും ഒരു വിഷയമല്ല. മഴ നോർമൽ മൈൻഡ്. ഈ ഫോൺ വീട്ടിൽ വന്നിട്ട് അരിയിലൊക്കെ ഇട്ടൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ പോലെ. ഈ ഭാഗത്ത് വേണ്ടില്ലോ ഫുള്ള് നമ്മുടെ ചായ ഇല്ലേ, ചായ പാൽച്ചായ അതേപോലെ തന്നെ വെള്ളം കേറിട്ട് എന്താ എല്ലാരും കേറിക്കുക. പാൽച്ചായ എന്ന് ഉദ്ദേശിച്ചത് പാലൊഴിച്ച ചായയാണ് കേട്ടോ. അതെ അതെ, അതേ കളറായിട്ടിരിക്കുന്നതല്ലേ. ഇപ്പൊ ഈ സൈഡിൽ തന്നെ ഇപ്പൊ എത്ര ആൾക്കാരൊക്കെ നിക്കണത് അല്ലേ. പിന്നെ അവിടെ ആന അതാ പോണുണ്ട്. ആന വരിയായിട്ട് പോണാണ് കേട്ടാ, ആക്റ്റീവായിട്ട്. ഈ കൊടകള് കാരണം ഒന്നും കാണാനില്ല. അതാണ് മെയിനായിട്ട്. കൊടകള് ആൾക്കാര് തിങ്ങി നിറഞ്ഞ്. പിന്നെ മറ്റേ എന്താ ചില ആൾക്കാര് കോട്ടൊക്കെ ഇട്ടിട്ട് വരും. പിന്നെ കൊടയുടെ ആവശ്യമില്ല. അതും മാത്രല്ല, ഇപ്പൊ ഈ മഴയാണെന്ന് പറഞ്ഞിട്ട് ഇവര് പോണില്ല. അതെ, ഇവിടെ തന്നെ നിൽക്കുക. അതാണ് അതൊരു പ്രത്യേക രസമാണ് കാണാൻ. വർഷത്തിലൊരിക്കലേ ഉള്ളൂ. അപ്പൊ അത് കാണാൻ വേണ്ടി മഴയല്ല എന്ത് ഭൂകമ്പുണ്ടായാലും വരും അത് കാണാൻ വേണ്ടി. ആനാപൂരം പഞ്ചവാദ്യം മാത്രം മതി. ആനയെ കണ്ടെങ്കിൽ ആന പിണ്ടായാലും മതി. ആരും ഫീൽ കിട്ടിയാൽ ഭാരതപ്പുഴ വരെ ഫുള്ള് വെള്ളം. ശരിക്കും പറഞ്ഞൊരു ഇതുപോലില്ലേ, വെള്ളച്ചാട്ടം. അതെ, അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ ഇനി ആൾക്കാരൊക്കെ പോവാനുള്ളൊരു തിരക്കില്ല. അതെ, ഇനി പോവാൻ വേണ്ടിയുള്ള തിരക്കില്ല. ഇനി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ ഇവിടെ കണ്ടില്ലേ ഹോമം നടന്നുകൊണ്ടിരിക്കല. ഹോമം ഇത് എന്ത് ഹോമാന്നറിയോ? ഗണപതി ഹോമാണ്. കാരണം കർക്കിടക മാസം 1-ാം തീയതി ആണല്ലോ അല്ലെ. അതുകൊണ്ടാവും ചിലപ്പോ. കണ്ടില്ലേ എന്ത് വലിയ ഹോമം ഒന്നല്ലേ. അയ്യോ വലുതാ, ഭയങ്കര ഇവിടെ അപ്പുറത്തൂടെ ആനയും പോയിക്കൊണ്ടിരിക്കുക. ഓ എന്ത് രസമാണ്, അടിപൊളി. അങ്ങനെ നല്ല ചൂടും അതുപോലെ നല്ല മഴയും. ഹോമകുണ്ടം തൊട്ടടുത്തുള്ളതുകൊണ്ട് നല്ല ചൂടും ഉണ്ട്, അതുപോലെ മഴ ഉണ്ടല്ലോ ചാ. അപ്പൊ നമുക്കിനി അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അത് നല്ലല്ലേ ചാ. നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്ടല്ലോ. അവില് അല്ല, ചവിലല്ലേ എന്തത്
അവരെന്നെ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് പ്രസാദം തോന്നുന്നുണ്ട് അല്ലേ ചാ? ഗണപതി ഹോമം കഴിഞ്ഞിട്ട് പ്രസാദം തോന്നുന്നുണ്ടല്ലേ? അതാണ് കൊണ്ടുവരുന്നത്. ഗണപതി പ്രസാദാണ്, ഗണപതി ഹോമത്തിന്റെ പ്രസാദം. അത് നമ്മുടെ തൊട്ടപ്പുറത്തൊരു വലിയ ഉരുളി കണ്ടില്ലേ? ചെമ്പ്, അതിന് വലിയ ചെമ്പ് വലിപ്പനാണ്. അങ്ങനെ പിന്നെ ഇവിടെ വേറെ കാര്യമുണ്ട്. എന്താ? അന്നദാനം ഇവിടെ. അന്നദാനം ഉണ്ട്, അതെല്ലാവരും കഴിച്ചിട്ട് പോയി ആവുന്നുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടില്ല. അത് മാത്രല്ല ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തു. അതെ 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 അതെ. ഇപ്രാവശ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തില്ല. അല്ലാത്തതുകൊണ്ടാവും, പക്ഷെ അവർക്ക് അറിയില്ല കഴിക്കാം. മഴ ഇതല്ലേ ഇന്നൊക്കെ മഴ. അതെ, പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ആനയോട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആനയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും ആൾക്കാർ വന്നിരിക്കും. ആ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. ഇവിടെ വന്നവരാരും മഴ കൊള്ളാതെ പോയിട്ടില്ല. എല്ലാവരും നനഞ്ഞു പോയ സെലിബ്രിറ്റി ആണെങ്കിലും ഒക്കെ അതെ മഴ നനഞ്ഞിട്ടേ പോയിട്ടുള്ളൂ. കാരണം അതെ, അതൊരു രസമാണത്. ഒരു പ്രത്യേക രസമാണ്. ഇനി ഞാനിട്ടുള്ളത് പുതിയൊരു ജുബ്ബയാണ് കണ്ടില്ലേ, പുതിയൊരു കുർത്തയാണ്. അത് വെള്ളം നിറഞ്ഞ് നടന്ന കറുപ്പ് കളറൊക്കെ ഉള്ളതാണ് ആണല്ലേ? ചളിയൊന്നും മുണ്ട് മടക്കി കുത്തിക്ക ചളിയാവും. മുണ്ട് പോയി. അതെ, മടക്കി വെള്ളയാ ചെന്ന നീരെ കുഴപ്പമില്ല. ഞാൻ ആദ്യമേ മടക്കി കുത്തിയല്ലേ. എനിക്ക് ഇത്ര എങ്ങനെ പിടിക്കാനേ പറ്റുള്ളൂ, അതുകൊണ്ട് മടക്കി കുത്തിക്കാനെ പണിയാവും. നമുക്കത് ഇവിടുന്ന് വെളിയിലേക്ക് പോവാം. നമുക്ക് അതൊക്കെ പോകാൻ പറ്റും, നമുക്ക് നോക്കി വെക്കാം. മഴയ്ക്ക് ശമനം തോന്നുന്നുണ്ട്. അത് മഴ ഉണ്ടെന്നാലും അത് മാത്രല്ല ആൾക്കാർ ഈ കൊടയും കൊണ്ട് നടക്കുമ്പോഴേ ചില ഹൈറ്റ് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ കൊട കാന്തി പിടിക്കുമ്പോ നമ്മുടെ കണ്ണിലേക്ക് ജീവിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് മാത്രല്ല പിന്നെ ഇവിടെ ഫുള്ള് വെള്ളപ്പൊക്ക പോലെ ഇവിടെ വെള്ളമായോണ്ടിലേക്ക് ചെമ്പാണ്. ഇതൊക്കെ ആനോട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഫുള്ള് ചോറ്, അവില്, അതുപോലത്തെ സംഭവമൊക്കെ ഇവിടെ കണ്ടില്ല. ഫുള്ള് വെള്ളമായി ശരിക്കും പറഞ്ഞ. എന്തല്ലേ വെള്ളം തന്നെ ഫുള്ള് വെള്ളമായി. ഫുള്ള് വെള്ളപ്പൊക്കം പോലെ വെള്ളമായി. എന്താ വെള്ളത്തിലൂടെ അതെ, വെള്ളത്തിന് കൂടെ അധികം അല്ലേ? അതെ, ഇവിടെ കേറിക്കാൻ വെള്ളം വെള്ളം പിന്നെ കുറഞ്ഞു. പിന്നെ നമുക്ക് അതിലേക്ക് കയറാം, നമുക്ക് മറ്റേ പുല്ലിലോട്ട് കയറാം. വഴി വഴി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പ്രസാദത്തിന് അത് ആട് കൊണ്ടുപോയി മഴത്തൊക്കെ കൊണ്ടുപോകണം. എന്തായാലും വെള്ളത്തിന് സൈഡിൽ കൂടെ അവർക്ക് കൊടയൊന്നുമില്ല. അതെ, ഇതിലും ചളിയാണ് കേട്ടാ പുല്ലില്. ചളി എന്റെ തലക്ക് അടിച്ചേ. എന്ത്? എന്റെ തലക്ക് സെൽഫി സ്റ്റിക്ക് ഉണ്ട്. അതെ, അത് മാത്രല്ല ഈ പുല്ലുകൂടെ അടക്കുമ്പോഴേ താഴ്ചയൊക്കെ ഉണ്ട്. ഇതിന്റെ സൈഡിൽ കൂടെ വെള്ളം പോണക്ക് എന്ത് രസമാണ് കാണാൻ. എന്തോ ഇല്ല തടാകത്തിന് നടുക്കൂടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതെ, ആ ഒരു അതിരപ്പള്ളി അതിരപ്പള്ളി. അതെ, ലിറ്റിൽ അതിരപ്പള്ളി. ചെറിയൊരു അതിരപ്പള്ളി വാഴച്ചാലാണ് ഈ കാണുന്നത്. ആ കാണാൻ കണ്ടല്ലോ. അതൊരു കൂത്തമ്പലം തോന്നുന്നുണ്ട്, അറിയില്ല. കൂത്തമ്പലം പോലുണ്ട് കാണാനായിട്ട്. പക്ഷെ നല്ല സ്റ്റൈലായിട്ട് സംഭവം. അതെ, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പനി പിടിക്കും, ഒരു തലവേദന. അല്ല, എന്താ വെച്ചിട്ട് നമ്മളത് മറ്റേ എന്താ പറയാ ഏറ്റവും കൂടുതൽ കാണുമ്പോ ഈ ചൈനയിലൊക്കെ നമ്മൾ കാണുന്നത് ടെമ്പിളൊക്കെ അതുപോലെ നല്ല അത് കുത്തനുള്ള കയറ്റണം. അതിന്റെ പോലെ മറ്റേ സാധനം അടിക്കണമെങ്കിൽ ഏറ്റവും പാടുപെട്ട തകടടിക്കണമെങ്കിൽ കയറ്റം. വഴി കണ്ടില്ലേ? ആ വഴിയിലൂടെയാണ് ഞങ്ങൾ വന്നത്. അപ്പൊ നമ്മളിനി പുറത്തോട്ട് ഇറങ്ങാനുള്ള സെറ്റപ്പ് നമുക്ക് നോക്കാൻ വെച്ചാൽ അതാ വഴിയുള്ള. കാരണം ഇനി കഴിഞ്ഞു അന്നദാനൊക്കെ, അതിനി കുറച്ച് കഴിഞ്ഞ് തുടങ്ങും. നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം. അവിടെ പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മള് കേറി വന്നത് ആ കാണുന്നുണ്ട് ഒരു പാടി പോലെ കെട്ടിട്ട് മഴ ഉണ്ടാക്കി അതിൽ കൂടെ നമ്മൾ വന്നിരുന്നു. നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ ഈ മറ്റേ പടിഞ്ഞാറൻ ഗോപുരത്തിന്റെ നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ മറ്റേ റിട്ടേൺ നമുക്ക് അതിൽ കൂടെ പോകാൻ പറ്റില്ല, കാരണം അതിൽ കൂടെ ഇപ്പോഴും ആൾക്കാർ വന്നിട്ടിരിക്കുക ഇത് കാണാൻ വേണ്ടിട്ട്. പക്ഷെ ആനകളൊക്കെ പോയി, കുറെ പോയി. പിന്നെ ഇവിടെ ഹോമം നടക്കുന്നുണ്ട്, വലിയ ഹോമം കൊണ്ടൊക്കെയാണ്. വലിയ ഹോമം കൊണ്ടാണ്. അപ്പൊ നമുക്കിനി വെളിയിലേക്ക് ചടാം, പുറത്തോട്ട്
നമ്മള് അവിടെ നിന്ന് ഇറങ്ങി ആ ഗോപിനോട് ഇറങ്ങി നമുക്ക് ഒരു സ്ഥലത്ത് എത്തിയില്ലേ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ സംഭാവന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ചെറിയൊരു കൊണ്ട് തലയൊക്കെ തോർത്തി കാരണം മോഹത്തിന്റെ രക്ഷിതാക്കാൻ വേണ്ടിട്ട് മഴ കുറഞ്ഞുണ്ട്, കുറവുണ്ട്, അതെ കൊറേ മഴ. നമ്മുടെ മറ്റേ എന്താ പറയാ ഈ ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ടുണ്ട്, എവിടൊക്കെ കിടക്കുന്നത് തപ്പി കണ്ടു. ഒരു പിടുത്തില്ല അങ്ങോട്ട് പോകേണ്ട ഒരു നോട്ടീസിന്റെ പുറകിലായിട്ട് നമ്മൾ ചെരുപ്പിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും മഴയൊന്നും പറയട്ടല്ലേ നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോവാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി പോവാൻ വേണ്ടി നോക്കി വെച്ചപ്പോഴായിരുന്നു നമ്മള് ഫസ്റ്റ് കേറിയ സമയത്ത് ഒരു സംഭവം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ആൽമരം മുറിച്ച് കയറുന്ന വെച്ചു. അതിന് മുന്നിലായിട്ട് നമ്മൾ എല്ലാ ദിവസവും 5 ആനച്ചെറിയ കുട്ടിയാണ് മിനിയേച്ചറാണ് ആനയുടെ ഈ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയല്ലോ. അങ്ങനെ ഒരു സാധനം നമ്മൾ മറന്നു നടക്കായിരുന്നു. അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഗംഭീര, അതായത് നമ്മുടെ നാട്ടില് മണ്ണ് കുത്തി നടക്കുന്ന ആനേനെ ദേഹത്ത് മൊത്തം മണ്ണുള്ള ഈ ആനകളെ കണ്ടില്ല സെയിം ഒരു അതുപോലെ തന്നെ ഏഷ്യൻ ആനയാണ്, എന്നാലും അതുപോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ അപ്പുറത്തായിട്ടും ഉണ്ട് വേറൊരു ആന കണ്ടില്ല. അവിടെ ഒരു വേറെ ആന ഉണ്ട്, ചെറിയൊരു കുട്ടി ആന. അങ്ങനെ നല്ല അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അതിന് അപ്പുറത്ത് നോക്കിയോ എന്തായാലും ഒറിജിനൽ അല്ല ഒറിജിനൽ. അതെ അതുപോലെ അടിപൊളി സൂപ്പർ അല്ലേ? സൂപ്പർ അടിപൊളി. ഇതിവിടെ മുന്നേ വെക്കാറുണ്ട് വലിയ ആൽമരം ഉള്ളപ്പോ സമയത്ത് ഇതുപോലെ ആനകൾ വെക്കുമായിരുന്നു. നല്ല രസമായിട്ടുള്ള ആനകൾ വെക്കുമായിരുന്നു. ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അപ്പൊ എന്തായാലും നമുക്കിനി ചായ കുടിക്കാച്ചാ. നമുക്കിനി ചായ കുടിച്ചിട്ട് രാവിലെ എന്താ വെച്ചാൽ രാവിലെ 6-7 മണി അങ്ങാണ്ട് ഞങ്ങൾ ഇറങ്ങിയതാ ഗുരു വരുന്നത്. അവിടെ നിന്ന് നമ്മള് വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നപ്പോഴും ഭയങ്കര മഴ. പിന്നെ വേറെ കാര്യട്ടോ, ഇങ്ങനെ ഒരു വ്ളോഗ് ആദ്യമായിട്ടാ. അതെ കാരണം മഴയിൽ കുളിച്ചൊരു വ്ളോഗ് ഞാൻ കാണുമ്പോ എനിക്ക് സങ്കടം. പിന്നെ അത് ഇതിന് മുന്നേ നമ്മള് മറ്റേ ചാവക്കാട് കടപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഓൾറെഡി കടലിൽ ഇറങ്ങാൻ തയ്യാറായിട്ട് പോയി. നല്ല ചുപ്പയൊക്കെ ഇട്ട് നല്ല കസവിന്റെ മുണ്ടൊക്കെ കൊടുത്ത് വന്ന് ആകെ കുഴയായി നനഞ്ഞ് കുളിച്ച്. അതെ എന്തായാലും ഒരുങ്ങി വന്ന കുറെ ആൾക്കാരുണ്ട്, നല്ല ക്രീമും അതൊക്കെ അവസ്ഥയാണ്. അയ്യോ അവരൊക്കെ എല്ലാം പോയിണ്ടാവും അല്ലേ? ഈ ചുവപ്പ് കണ്ടിട്ട് തന്നെ വെച്ചൊന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ ഉള്ളു പെറിങ്ങ ആലോചിച്ച് ഞങ്ങൾ ആ സമയത്ത് വന്നപ്പോ ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് മുണ്ടൊക്കെ കൊടുത്ത് ഞങ്ങൾ അകത്തേക്ക് മുട്ടക്കടയെന്ന് കുറെ മഴ, ഭയങ്കര മഴ. പിടിക്കാൻ വീടെടുക്കാൻ പറ്റുന്നില്ല. ഒരു പരിചയമൊക്കെയില്ല നമുക്ക്. ഫോൺ കവർ വാങ്ങിച്ചില്ല നമ്മള്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലോഗ് കിട്ടണം, നമുക്ക് ആനകളെ കിട്ടണം, അവർക്ക് ഭക്ഷണം കൊടുക്കണത് കിട്ടണം. അത് മസ്റ്റാണ്. മഴയിലും നമുക്കൊരു വിഷയമല്ല. നമ്മളങ്ങോട്ട് നമ്മള് മാത്രല്ല കേട്ടോ, വന്നവരെല്ലാവരും അങ്ങനെ തന്നെ. മഴ ഒരു വിഷയമല്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ഇനി ഒന്നുകൂടി നല്ലതാണ്. അത് നമ്മള് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, മഴ കൂടി വിചാരിക്കണം അല്ലേ? കർക്കിടക മാസമാണ്. കർക്കിടക മാസം 1-ാം തീയതി കൂടിയാണ്. പല സ്ഥലത്തും വരുന്നുണ്ട്. ഇന്ന് ആനയോട്ട് തൃശ്ശൂരും. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടുപോലോ. മഴ നിൽക്കാത്തത് എന്ത് മഴയാണ്. കർക്കിടകത്തിൽ ആർത്തലച്ച് പെയ്യുന്ന ജൂണും ജൂലൈയും മഴ പെയ്തിട്ടില്ല. നീ അടുത്തുള്ള ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ മഴ വെള്ളപ്പൊക്കം വേണ്ടിയിരുന്നല്ലേ? ഓണയ്ക്ക് വരാൻ പോണ വള്ളംകളിയൊക്കെ. അതെ, ഈ ഓണത്തിന് ഓണാണ് വരാൻ പോണത്. ഈ മറ്റേ എന്താ പറയുക, ഇത് കഴിഞ്ഞാൽ ഈ കർക്കിടക മാസം കഴിഞ്ഞ പിന്നാണ്ട് മറ്റേ ചിങ്ങമാസമായി. ചിങ്ങമാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓണം, വള്ളംകളി, അതുപോലെ തന്നെ ഓണത്തല്ല്, കുന്നംകുളത്തിന് ഓണത്തല്ല്, അതുപോലെ തന്നെ വടംവലി, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പുലിക്കളി, തൃശ്ശൂര്, ഞങ്ങളുടെ സെറ്റപ്പുകളൊക്കെ കൊള്ളാം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.